നഗറിന്റെ സ്മൃതി മണ്ഡപം അടക്കമുള്ള പല കാര്യങ്ങളും കോൺഗ്രസ് നേതൃത്വം തുടർച്ചയായി സന്ദർശിക്കാറുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഒരു BJP-ക്കാരുടെ കയ്യിലാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. അല്ല, അതും പൊളിറ്റിക്സ് ആയിട്ടൊന്നും ബന്ധമില്ല. അതിലൊന്നും നമ്മൾ ഇടപെടണ്ട. മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുടുംബപരമായ കാര്യങ്ങളിലേക്കും നമ്മൾ ഇറക്കണ്ട. നമ്മൾ രാഷ്ട്രീയം മാത്രം പറഞ്ഞു നിർത്താം. കൊഴിഞ്ഞുപോക്കില്ലാന്ന്, കൊഴിഞ്ഞുപോക്കില്ല. ഒരു വ്യക്തി പോകുന്നത് കൊഴിഞ്ഞുപോക്കാണോ? മുമ്പൊക്കെ ഇങ്ങനെ പാർട്ടിക്കുള്ളിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് നേരത്തെ തിരിച്ചറിയാനും പരിഹരിക്കാനൊക്കെ ഒരു നേതൃത്വം കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ KPC നേതൃത്വത്തിനും പ്രതിപക്ഷ നേതൃത്വത്തിനും പറ്റുന്നില്ല. ഈ ഇലക്ഷന്റെ മുമ്പിൽ തന്നെ ഇങ്ങനൊരു കൊഴിഞ്ഞുപോക്ക് തടയാൻ ഈ കോൺഗ്രസ് നേതൃത്വം പ്രാപ്തമല്ലേ? 5 കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഇപ്പൊ ഒരു കാരണമായി, ബാലിശമായ ഒരു കാരണമായി പറയുന്നത്. അപ്പൊ അന്ന് തന്നെ പോണ്ടേ? അതാണ് യഥാർത്ഥ കാരണമെങ്കിൽ അപ്പൊ അത് കാരണമല്ല എന്ന് ഉറപ്പാണ്. പിന്നെ എന്തുകൊണ്ടാണ് പോകുന്നത്? ഇന്നലെ വരെ കോൺഗ്രസിന്റെ പ്രചാരണ റാലിയിൽ പങ്കെടുത്ത് ഇന്ന് പോവുകയാണ്. അപ്പൊ ഇന്നലെ ഉണ്ടായത് എന്താ? അതല്ലേ കാരണം? ഇന്നലെയും ഇന്നും തമ്മിലല്ലേ വ്യത്യാസമുള്ളത്? അപ്പൊ ഇന്നലെ രാത്രി എന്താ ഉണ്ടായത്? അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് രാത്രി എന്താ ഉണ്ടായത്? ആരൊക്കെ വന്നു കണ്ടു, ആരൊക്കെ അങ്ങോട്ട് പോയി കണ്ടു, എന്തൊക്കെ ഓഫർ കിട്ടി, ഇതൊക്കെയല്ലേ പറയുന്നുണ്ട്. ഇപ്പൊ അവരുടെ ബഹുമാനായ ഭർത്താവ് ഡോക്ടർ വേണുഗോപാൽ പറയുന്നു അവർ തമ്മിലാണ് സംസാരിച്ചത്. എന്താ സംസാരിച്ചത് ഞാനറിയില്ല. അപ്പോൾ അതാണ് ആ മിനിഞ്ഞാന്ന് രാത്രി നടന്നത്. കോൺഗ്രസിനകത്തോ UDF-നകത്തോ അല്ലല്ലോ, BJP-യും ശ്രീമതി പത്മജ വേണുഗോപാലും തമ്മിലാണ്. അതെന്താണെന്നല്ല അവർ പറയേണ്ടത്. അപ്പോഴല്ലേ BJP-യെയും കുറിച്ച് പൊതുസമൂഹത്തിന് ഒരു നല്ല ധാരണ ഉണ്ടാക്കാൻ കഴിയുക. അപ്പൊ ഏതെങ്കിലും പാർട്ടിയിൽ എടുക്കാത്ത ചരക്കുകളായി നിൽക്കുന്ന ആളുകളെ മുഴുവൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ആളുകൾ കടന്നു വരുന്നു എന്ന വ്യാജ പ്രചാരണ വേലയ്ക്ക് തുടക്കം കുറിക്കാനാണ് കേരളത്തിലെ BJP ശ്രമിക്കുന്നത്. അവരുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ മുമ്പിൽ കേരള BJP നേതാക്കന്മാർ അപഹാസ്യരാണ്. അവർക്ക് യാതൊരു സ്ഥാനവുമില്ല. അവർ പറയുന്നത് അംഗീകരിക്കുന്നില്ല. അവർ പോലും അറിയാതെയാണ് കേരളത്തിലെ സ്ഥാനാർത്ഥികളൊക്കെ കേന്ദ്ര കമ്മിറ്റി കൊണ്ടുവരുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അവരുടെ കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ ഞങ്ങളിതാ ഒരു വലിയ വ്യക്തിത്വത്തെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താനുള്ള ചില കളികളാണ്. അതിൽ കേരളീയ സമൂഹം വീഴും നിങ്ങൾക്ക് തോന്നുന്നില്ല? ഇതൊക്കെ പറയുമ്പോൾ സുരേന്ദ്രൻ പറയുന്നുണ്ട് ഇനിയും കൂടുതൽ ആളുകൾ വരും, ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പതനത്തിന്റെ തുടക്കമാണ് ഇതെന്നാണ്. അത് ഇപ്പോഴേ പറയുന്നുള്ളൂ. എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട്? ഇനിയും കൂടുതൽ ആളുകൾ വരുമ്പോൾ ഈ ക്വാളിറ്റിയുള്ള ആളുകൾ ഇനിയും വരുമ്പോൾ നമുക്കതിനെ മനസ്സിലാക്കാം ആരൊക്കെ വരുന്നത് കണ്ടിട്ടല്ലേ പറയാൻ പറ്റൂ. ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് പോകുന്നുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോകുന്നുണ്ട്, മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ BJP-യിലേക്ക് പോകുന്നുണ്ട്. ഉത്തരേന്ത്യ രാഷ്ട്രീയം നമുക്കറിയാലോ. എവിടെയാണ് അധികാരം? നിതീഷ് കുമാർ എത്ര അറിയപ്പെടുന്ന നേതാവാ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 9 തവണ മാത്രമേ കൂറുമാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. കൂടുതൽ അവസരം കിട്ടാത്തതുകൊണ്ടാണ്. ഇനിയും ആയുസ് നീട്ടിക്കൊടുത്താൽ അദ്ദേഹം എത്ര തവണ മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇത് ഉത്തരേന്ത്യയിൽ സ്വാഭാവികമാണ്. പക്ഷെ കേരളത്തിൽ ഒരു തവണ പോയി കഴിഞ്ഞാൽ അതോടുകൂടി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട PC ജോർജ് മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ മുസ്ലിം ലീഗിൽ വരെ മാത്രമാണ് മെമ്പർഷിപ്പ് എടുക്കാത്തത്. ബാക്കി എല്ലാ പാർട്ടിയിലും ഏതാണ്ട് അദ്ദേഹം കയറി ഇറങ്ങി പോയി കഴിഞ്ഞു. കേരളത്തിൽ ഞാനിതുവരെ പറഞ്ഞത് കേരളത്തിൽ പോയതൊക്കെ UDF-ന്റെ പ്രബലമായ നേതാക്കന്മാരല്ല എന്ന് മാത്രമല്ല ജനപിന്തുണ ഇല്ലാത്തവർ കൂടിയാണ്. ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലില്ലേ? അതിലേക്കൊന്നുകൂടി പോകുന്നു, അത്രയേ ഉള്ളൂ. ഇതിനേക്കാൾ വലിയ ദേശീയ നേതാവായിരുന്നില്ല AK ആന്റണി. അദ്ദേഹത്തിന്റെ മകൻ പോയപ്പോൾ ഇതിനേക്കാൾ വലിയ കോലാഹലം കേരളത്തിൽ ഉണ്ടായില്ലേ? എന്തൊക്കെ ഉണ്ടായത് ഞാൻ പറയണോ? ഇപ്പം എന്താ സ്ഥിതി? അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകം പുതുപ്പള്ളിയിൽ മുഖ്യപ്രചാരകനായി അതിന്റെ മുഴുവൻ ചുമതലയും കൊടുത്ത് ഇപ്പം മറിച്ചിടുമെന്ന് പറഞ്ഞിട്ട് നേരത്തെ കിട്ടിയ വോട്ടിൽ നിന്ന് 5000 വോട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ തൃശ്ശൂരിൽ TM പ്രതാപന്റെ ഭൂരിപക്ഷം വർദ്ധിക്കാൻ ഈ പോക്ക് സഹായകമാകും.